തിരുവനന്തപുരത്ത് നടന്ന സംഭവം നിങ്ങളെല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ? ഇന്നലെ നടന്ന സംഭവം 23 വയസ്സ് പ്രായമുള്ള ഷഹാന ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് വലിച്ചിഴച്ച ഭർത്താവിൻ്റെ അമ്മയുടെ കഥകൾ നിങ്ങൾ വാർത്തയിലൂടെ കണ്ടിരിക്കുമല്ലോ അല്ലേ? വെറും 3.5 വർഷം മുൻപാണ് അവരുടെ വിവാഹം നടന്നത്. ഈ 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് 75 പവൻ്റെ സ്വർണം കൊടുത്താണ് അവർ കെട്ടിച്ചയച്ചത്. 75 പവൻ എന്ന് പറയണത് വളരെ കുറഞ്ഞതാണോ? അല്ലെങ്കിൽ ഇന്ന് സ്ത്രീധനം മേടിക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് നിയമം നമുക്കറിയാം. എന്താണ് ഇവിടെ കേരളത്തിലൊക്കെ നടക്കുന്നത്? നമ്മൾ എന്നിട്ടും ഈ സ്ത്രീധനം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇവർ വീണ്ടും ചോദിക്കുന്നത്? ആ ഒരു സമ്പ്രദായം നമുക്ക് നിർത്താനുള്ള സമയം കഴിഞ്ഞു. ഈ മാസം തന്നെ 4 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നത്. ഈ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു ഡോക്ടർ ഷഹന മരണപ്പെട്ടത്. റുവായ്സ് വളരെ എളുപ്പത്തിൽ ജയിലിൽ നിന്നും ജാമ്യം അനുവദിച്ച് രക്ഷപ്പെട്ടു. അത് വേറെ കാര്യം. പഠിക്കുന്ന ആ വ്യക്തിയാണ്, റാങ്ക് ഹോൾഡറാണെന്നും പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് റുവായ്സ് ഇപ്പം തടിതപ്പിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ 2 മരണങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. ഷപ്നയുടെ മരണം അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കേരളത്തിൽ ഈ ആത്മഹത്യകൾ പെരുകിക്കൂടുന്നത്? നിയമങ്ങളുണ്ട്. സ്ത്രീധനം മേടിക്കരുത്, സ്ത്രീധനം കൊടുക്കരുത്. നിങ്ങൾ വെറും 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനല്ലേ നഷ്ടപ്പെട്ടത്? വേറെ ആർക്കാണ് ഇവിടെ നഷ്ടം? ആ കുഞ്ഞിനും അതിൻ്റെ വീട്ടുകാർക്കും. ഷഹാന ഷാജി വിവാഹം കഴിഞ്ഞ അന്നു മുതൽ 3.5 വർഷമായിട്ട് നിരന്തരം ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും ചേർന്ന് പീഡിപ്പിക്കുകയാണ്. ഭർത്താവ് പോലും കൂടെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഇല്ലാത്തൊരവസ്ഥ. പീഡിപ്പിച്ച് ആ കുട്ടിക്ക് അവസാന നിമിഷം 3.5 മാസം മുമ്പാണ് അവിടെ നിന്ന് ഷഹാന ഇറങ്ങി തിരിച്ചത്. 2 വയസ്സ് പ്രായം മാത്രമുള്ള ഈ കുഞ്ഞിനെ വളർത്തി എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഭർത്താവ് വീണ്ടും കടന്നു വരുന്നത്. ഭർത്താവ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ ആ സംഭവത്തിൽ മനംനൊന്താണ് ഷഹാനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അതിനുശേഷമാണ് ഷഹാന മരണത്തിലേക്ക് പോയത്. കേരളത്തിൽ ഈ മാസം തന്നെ സമാന രീതിയിലുള്ള 4 മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഡോക്ടർ ഷഹന ഈ ഡിസംബർ 7-ാം തീയതിയാണ് മരണപ്പെട്ടത്. ഡിസംബർ 8-ാം തീയതിയാണ് കോഴിക്കോടുള്ള വടകര സ്വദേശിയായ ഷപ്ന മരണപ്പെട്ടത്. ഇപ്പോൾ ഇതാ ഷഹാന ഷാജി എന്ന് പറയുന്ന 23 വയസ്സുകാരി. ഈ 30 വയസ്സും 20 വയസ്സും 23 വയസ്സും ഈ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 75 പവൻ്റെ സ്വർണം കൊടുത്താണ് വിട്ടത്. 75 പവൻ്റെ സ്വർണം അവർക്ക് പോരാ, അത് മതിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ അമ്മ വീണ്ടും പറഞ്ഞ് പീഡിപ്പിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. മുഖത്തൊക്കെ അടിച്ച പാടുകൾ എവിടെയില്ല, 1 ഇഞ്ച് സ്ഥലമില്ല അടി കൊള്ളാനായിട്ട്. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ ഇനിയെങ്കിലും വനിതകൾ റിപ്പോർട്ട് ചെയ്യണം. വനിതാ കമ്മീഷൻ പോലെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, നമുക്ക് ജില്ലാ തലത്തിലുണ്ട്. റിപ്പോർട്ട് ചെയ്യണം, അധികാരികളെ അറിയിക്കണം. അതിലൊരു നാണവും വിചാരിക്കേണ്ട, അയ്യോ എൻ്റെ വീട്, എൻ്റെ കുലീനത, അയ്യോ മറ്റുള്ളവരറിയുമോ എന്നുള്ള ഒരു ആശങ്കയും വേണ്ട, ഒരു നാണക്കേടും വേണ്ട. കാരണം അതിൻ്റെ സമയം കഴിഞ്ഞു. നമുക്ക് ജീവിക്കണ്ടേ സമൂഹത്തിൽ, നമുക്ക് വീട്ടിൽ ജീവിക്കണ്ടേ? ഇവർ വിവാഹം കഴിക്കുന്ന സമയത്ത് പറയും സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറയും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പറയും ഇത് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് പിന്നെ നിരന്തരം പീഡനമാണ്. ഭർത്തൃമാതാവ് ഏൽപ്പിച്ച മുറിവുകളും പരിക്കുകളും എല്ലാവരും കണ്ടതാണ്. ഇന്ന് കേരളത്തിൽ എത്ര സ്ത്രീകൾ സുരക്ഷിതരാണ്? ഈ 90% നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഓരോ വീടുകളിലും സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലായിക്കോട്ടെ, ഒരു വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്ന എത്ര പേരുണ്ട്?